സംസ്ഥാന സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതം. സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ മുഖപത്രത്തിൽ ലേഖനം. സർക്കാരിന്റെ വർഗീയ മുഖം തെളിഞ്ഞെന്ന് സുപ്രഭാതത്തിൽ വിമർശനം. വിവരങ്ങൾ ശിവദാസ് കന്മനം നൽകും. സുപ്രഭാതത്തിൽ അതിരൂക്ഷമായ ഭാഷയിലാണ് സർക്കാരിനെതിരെ സമസ്ത ആഞ്ഞടിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു ശിവദാസ്? രാഖി, സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിനെതിരെയാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് സർക്കാർ ഇത് വർഗീയമായ ഒരു പരിപാടിയാക്കി മാറ്റുകയാണ് ചെയ്തത്. ഒരു ഏകപക്ഷീയമായ നിലപാടുകളാണ് പലപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രധാനമായും സമസ്തയുടെ മുഖപത്രത്തിൽ പറയുന്നത്. സുപ്രഭാതത്തിൽ പറയുന്നത് എഡിറ്റോറിയൽ പേജിലാണ് അത്തരത്തിലുള്ള ഒരു ലേഖനം ഉള്ളത്. സർക്കാരിന്റെ വർഗീയ മുഖമാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. പലപ്പോഴും ഇതിനു മുൻപും നമ്മൾ പല തവണ അത്തരത്തിൽ കണ്ടിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴുള്ള ഈ ലേഖനം എന്നാണ് പ്രധാനമായും സമസ്ത പറയുന്നത്. എന്നാൽ സർക്കാർ സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷ സംഗമം അടക്കമുള്ള പരിപാടികളുണ്ട്. അതിനെക്കുറിച്ചൊന്നും തന്നെ കൃത്യമായി ഈ ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ മാത്രമാണ് ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വ്യത്യസ്ത വിഷയങ്ങൾ അത് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മുൻപും ഇത്തരത്തിൽ സർക്കാർ ചില ഭൂരിപക്ഷ അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്, പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയാണ് സർക്കാർ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. അത് പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് തിരിച്ചടിയാകുന്നുണ്ട് എന്നും ഈ മുഖപത്രത്തിൽ പറയുന്നുണ്ട്. എന്തായാലും സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് സമസ്ത മുഖപത്രത്തിലുള്ള ഈ ഒരു ലേഖനം. രാഖി, ശരി ശിവദാസ്. സംസ്ഥാന സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം സുപ്രഭാതത്തിൽ വിമർശനം. സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ മുഖപത്രത്തിൽ ലേഖനമുണ്ട് എന്നുള്ളതാണ്. സർക്കാരിന്റെ വർഗീയ മുഖം തെളിഞ്ഞു എന്നാണ് സുപ്രഭാതത്തിലെ വിമർശനം. ശിവദാസ് കന്മനമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.